നമസ്കാരം. വീട്ടുമുറ്റത്ത് നിർബന്ധമായും ഉണ്ടാകേണ്ട ചില ഔഷധ സസ്യങ്ങളെയും അവയുടെ ഉപയോഗങ്ങളെപ്പറ്റിയും നോക്കാം. മുക്കുറ്റി, വേദനയ്ക്കും വിഷത്തിനും. മുക്കുറ്റി സമൂലം വെള്ളം തൊടാതെ അരച്ച് മുറിവിൽ വെച്ച് കെട്ടി മുറിവ് നനയാതെ നോക്കിയാൽ 3 ദിവസം കൊണ്ട് മുറിവ് ഉണങ്ങും. മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ വയറിളക്കം മാറിക്കിട്ടും. കടന്നൽ കുത്തിയാൽ മുക്കുറ്റി അരച്ച് വെണ്ണ ചേർത്ത് പുരട്ടുക. മുക്കുറ്റി സമൂലം അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന മാറും. മുക്കുറ്റിയും തിപ്പലിയും സൗമെടുത്ത് മുലപ്പാലിൽ അരച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകിയാൽ പനിയും വയറിളക്കവും മാറും. കൃഷ്ണതുളസി, തുളസിയിലെ നീര് പതിവായി പുരട്ടിയാൽ മൂക്കുരുവും കറുത്ത പാടുകളും മാറും. തുളസി നീരും നാരങ്ങ നീരും സമം ചേർത്ത് പുരട്ടിയാൽ മുഖകാന്തി ലഭിക്കും. തുളസിയിലയും ജീരകവും ചേർത്ത് കഞ്ഞി വെച്ച് കുടിച്ചാൽ പനി കുറയും. തുളസിയുടെ വേരരച്ച് ചെറുചൂടുള്ള വെള്ളത്തിൽ കഴിച്ചാൽ കുട്ടികളിലെ കൃമിശല്യം മാറിക്കിട്ടും. ചിലന്തി കടിച്ചാൽ തുളസി നീരിൽ മഞ്ഞൾ കലക്കി കുടിക്കുന്നതും പുറമെ പുരട്ടുന്നതും നല്ലതാണ്. ശതാവരി കിഴങ്ങിൻ്റെ നീരിൽ രാമച്ചം അരച്ച് പുരട്ടിയാൽ വാദം കാരണം കൈകാലുകളിൽ ഉണ്ടാകുന്ന ചുട്ടുനീറ്റൽ മാറിക്കിട്ടും. ശതാവരി കിഴങ്ങിൻ്റെ നീര് പാലിൽ ചേർത്ത് കഴിച്ചാൽ മൂത്രച്ചൂട് മാറുകയും ശരീരം തണുപ്പിക്കുകയും ചെയ്യുന്നു. പനിക്കൂർക്ക, കുട്ടികളുള്ള വീട്ടിൽ തീർച്ചയായും വളർത്തേണ്ട ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക അഥവാ ഞവര. ഇതിൻ്റെ ഇലവാട്ടി നെറുകയിൽ ഇറ്റിക്കുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ജലദോഷം, പനി എന്നിവ മാറും. പനിക്കൂർക്ക ഇലയുടെ നീരിൽ തുളസിയില നീര് കലർത്തി തേൻ ചേർത്ത് കഴിച്ചാൽ ജലദോഷം, ചുമ, പനി എന്നിവ മാറിക്കിട്ടും. പനി മൂലമുള്ള ചൂട് കുറഞ്ഞ് ദേഹം തണുക്കാനായി പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിപ്പിച്ചാൽ മതി. മഞ്ഞൾ, വിഷജന്തുക്കൾ കടിച്ചാൽ ആ ഭാഗത്ത് മഞ്ഞൾ അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. പഴുതാര കടിച്ചാൽ മഞ്ഞളും തുളസിയിലയും ചേർത്ത് അരച്ച് പുരട്ടുക. ചെറിയ പ്രാണികൾ കടിച്ച് കുട്ടികളുടെ ദേഹം തിണർത്ത് വന്നാൽ പച്ചമഞ്ഞളും കൃഷ്ണതുളസിയുടെ ഇലയും ചേർത്ത് അരച്ച് പുരട്ടിയാൽ മതി. പച്ചമഞ്ഞളും മൈലാഞ്ചിയും അരച്ച് കുഴിനകമുള്ളിടത്ത് പൊതിഞ്ഞാൽ കുഴിനകം മാറും. അമിത വിയർപ്പ് മാറാൻ ശരീരത്തിൽ മഞ്ഞൾ അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. അലർജി ഉള്ളവർ 1 സ്പൂൺ പച്ചമഞ്ഞളിൻ്റെ നീര് തേനും ചേർത്ത് ദിവസവും രാവിലെ കഴിച്ചാൽ നല്ലതാണ്. പൂവാങ്കുരുന്നില വെള്ളം ചേർക്കാതെ അരച്ച് നീരെടുത്ത് കണ്ണിലിറ്റിച്ചാൽ ചെങ്കണ്ണ് മാറും. അണുബാധ ഉണ്ടാകാതിരിക്കാൻ ഇല ചെറുചൂടുള്ള വെള്ളത്തിൽ കഴുകി ഈർപ്പം മാറിയ ശേഷം ഉപയോഗിക്കുക. പനി, തൊണ്ടവേദന എന്നിവ മാറാൻ ഇതിൻ്റെ നീരിൽ സമം തേൻ ചേർത്ത് കഴിക്കുക. ആടലോടകം, ചുമ മാറാൻ ആടലോടകത്തിൻ്റെ ഇലയിടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുക. ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുത്ത നീരിൽ ആട്ടിൻപാൽ ചേർത്ത് കഴിച്ചാൽ ആസ്മയ്ക്ക് നല്ലതാണ്. ആടലോടകത്തിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച് കർക്കണ്ടവും ജീരകവും ചേർത്ത് കഴിക്കുന്നതും ചുമയ്ക്ക് വളരെ നല്ലതാണ്. ആടലോടകത്തിൻ്റെ ഇല പിഴിഞ്ഞ നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ ഒച്ചയടപ്പ് മാറിക്കിട്ടും. തഴുതാമ ഇല പതിവായി തോരൻ വെച്ച് കഴിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും വിളർച്ച മാറാനും നല്ലതാണ്. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ 10 ഗ്രാം തഴുതാമ വേര് കഴുകി വൃത്തിയാക്കി നന്നായി അരച്ച് ചെറുചൂടുള്ള വെള്ളത്തിൽ ദിവസവും കഴിക്കുക. തഴുതാമ കഷായം വെച്ച് കഴിക്കുന്നത് മൂത്രത്തിൽ കല്ലിന് വളരെ നല്ലതാണ്. കയ്യൊന്നി അഥവാ കയ്യൊന്നി പതിവായി താളിയായി ഉപയോഗിച്ചാൽ കണ്ണിനും തലയ്ക്കും കുളിർമ ലഭിക്കുകയും താരം മാറുകയും ചെയ്യുന്നു. കൈതോന്നിയുടെ നീര് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുരിങ്ങ, പ്രമേഹ രോഗികൾ ദിവസവും മുരിങ്ങയില പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രമേഹം കുറയും. മുരിങ്ങയില നീരിൽ കുമ്പളങ്ങ നീരും ചേർത്ത് കഴിച്ചാൽ ആസ്മ കുറയും. രക്തം കട്ട പിടിക്കാതിരിക്കാനും കൊളസ്ട്രോൾ കുറയുവാനും മുരിങ്ങയിലയും മുരിങ്ങയുടെ കായും പതിവാക്കുന്നത് നല്ലതാണ്. കൂടാതെ ഇത് കണ്ണിനും വളരെ നല്ലതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.